നമസ്കാരം. ന്യൂസ് ടൈം ആരംഭിക്കുന്നു. ആദ്യം തലക്കെട്ടുകൾ. പൊയ്യ കൃഷ്ണൻകോട്ടയിൽ പാമ്പുകടിയേറ്റ് 3 വയസ്സുകാരി മരിച്ച സംഭവത്തിൽ നടപടിക്ക് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട് ഡോക്ടർക്കെതിരായ ഡിഎംഒയുടെ റിപ്പോർട്ടിൽ അന്വേഷണത്തിനാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശം നൽകിയത്. യുവതിയെ ഭർതൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വെള്ളാങ്കല്ലൂർ കാരുമാത്ര നെടുങ്കോണം വലിയകത്ത് നൌഫലിന്റെ ഭാര്യ ഫസീലയെയാണ് ഭർതൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ ഭർത്താവ് നൌഫലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പറവൂർ മാഞ്ഞാലിപ്പാലത്തിൽ വഴിവിളക്കുകൾ പ്രവർത്തിക്കാതായിട്ട് 1 മാസം പിന്നിടുന്നു. രാത്രിയിൽ വെളിച്ചമില്ലാത്തത് മൂലം പാലത്തിൽ വാഹനാപകടങ്ങൾ നിത്യസംഭവമാകുന്നു. വാർത്തകൾ വിശദമായി. പൊയ്യ കൃഷ്ണൻകോട്ടയിൽ പാമ്പുകടിയേറ്റ് 3 വയസ്സുകാരി മരിച്ച സംഭവത്തിൽ നടപടിക്ക് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട് ഡോക്ടർക്കെതിരായ ഡിഎംഒയുടെ റിപ്പോർട്ടിൽ അന്വേഷണത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശം നൽകി. 2021 മാർച്ച് 24-നാണ് ആലമറ്റം സ്വദേശി കാച്ചപ്പള്ളി ബിനോയുടെയും ലയയുടെയും മകൾ അൻവറിൻ പാമ്പുകടിയേറ്റ് മരിച്ചത്. കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച കുഞ്ഞ് ആന്റിവെനം ലഭിക്കാത്തതിനെ തുടർന്ന് മരിച്ചു എന്നാണ് പരാതി. പരാതിയിൽ ഡിഎംഒ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ ഡോക്ടർക്ക് പിഴവ് സംഭവിച്ചതായി നടപടിക്ക് ശുപാർശ ചെയ്യുകയും ചെയ്തിരുന്നു. നടപടി ആവശ്യപ്പെട്ടുള്ള റിപ്പോർട്ട് സമർപ്പിച്ച് മാസങ്ങൾ പിന്നിടുമ്പോഴും നടപടി സ്വീകരിക്കാത്ത അവസ്ഥയിലായിരുന്നു. വാർത്തയെ തുടർന്ന് പൊതുപ്രവർത്തകനും ഹൈക്കോടതി അഭിഭാഷകനുമായ കുളത്തൂർ ജയ്സിംഗ് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലാണ് രേഖാമൂലം ഉള്ള മറുപടി. ആരോഗ്യവകുപ്പ് ഡയറക്ടറോട് പരിശോധിച്ച് നടപടിയെടുക്കാനാണ് നിർദ്ദേശം നൽകിയത്. 2021 മാർച്ച് 24-നാണ് ആലമറ്റം സ്വദേശി കാച്ചപ്പള്ളി ബിനോയിയുടെയും ലതയുടെയും മകൾ അൻവറിൻ പാമ്പുകടിയേറ്റ് മരിച്ചത്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. യുവതിയെ ഭർതൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വെള്ളാങ്കല്ലൂർ കാരുമാത്ര നെടുങ്കോണം വലിയകത്ത് നൌഫലിന്റെ ഭാര്യ ഫസിലയെയാണ് ഭർതൃവീട്ടിൽ കഴിഞ്ഞ ദിവസം മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ ഭർത്താവ് നൌഫലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഗാർഹിക പീഡനം മൂലമാണ് ആത്മഹത്യ എന്ന യുവതിയുടെ വീട്ടുകാരുടെ മൊഴി പ്രകാരമാണ് നൌഫലിനെ ഇരിങ്ങാലക്കുട പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഗാർഹിക പീഡനം മൂലമാണ് ആത്മഹത്യ എന്ന യുവതിയുടെ വീട്ടുകാരുടെ മൊഴി പ്രകാരമാണ് നൌഫലിനെ ഇരിങ്ങാലക്കുട പോലീസ് കസ്റ്റഡിയിലെടുത്തത്. രണ്ടാമത് ഗർഭിണിയായത് ഭർത്താവിനും കുടുംബത്തിനും ഇഷ്ടമാവാത്തതിനെ തുടർന്ന് ഭർത്താവ് വയറ്റിൽ ചവിട്ടിയെന്നും ഭർതൃമാതാവ് ഉപദ്രവിച്ചിരുന്നുവെന്നും യുവതിയുടെ സന്ദേശവും പുറത്തു വന്നിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ കോതപ്പറമ്പിൽ വാടകയ്ക്ക് താമസിക്കുന്ന പതിയാശ്ശേരി സ്വദേശി കാട്ടുപറമ്പിൽ അബ്ദുൾ റഷീദിന്റെയും സെക്കീനയുടെയും മകളാണ് ഫസീല. മീഡിയ ടൈം, വെള്ളാങ്കല്ലൂർ. നെടുമ്പാശ്ശേരി എയർപോർട്ടുമായി പറവൂരിനെ ബന്ധിപ്പിക്കുന്ന മാഞ്ഞാലിപ്പാലത്തിൽ വഴിവിളക്കുകൾ പ്രവർത്തിക്കാതായിട്ട് 1 മാസം പിന്നിടുന്നു. രാത്രിയിൽ വെളിച്ചമില്ലാത്തത് മൂലം പാലത്തിൽ വാഹനാപകടങ്ങൾ നിത്യസംഭവങ്ങൾ ആവുകയാണ്. പൊതുമരാമത്ത് വകുപ്പ് പറവൂർ ബ്രിഡ്ജസ് സെക്ഷൻ ഓഫീസിൽ പരാതിപ്പെട്ടിട്ടും ഉദ്യോഗസ്ഥർ അറിഞ്ഞ ഭാവം പോലും നടിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. കഴിഞ്ഞ രാത്രിയിൽ പാലത്തിലുണ്ടായ ബൈക്ക് അപകടത്തിൽ ബൈക്ക് യാത്രികരായ തേലത്തുരുത്ത് സ്വദേശികളായ കിരൺ, ആഷിഖ് എന്നീ യുവാക്കൾക്കും കാൽനടയാത്രികനായ മാഞ്ഞാലി ഡയമണ്ട് മുക്ക് കണ്ണാത്ത് വീട്ടിൽ മധുവിനും പരിക്കേറ്റു. ചാലാക്ക മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കപ്പെട്ടവരിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ മധുവിനെ വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. കുഴൂർ ഗ്രാമീണ വായനശാലയിൽ വീടുകളിൽ പുസ്തകം എത്തിക്കുന്ന പദ്ധതി വായനാ വസന്തത്തിന് തുടക്കമായി. കുഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കുടിയൻ ഉദ്ഘാടനം ചെയ്തു. വായനയുടെ പ്രാധാന്യം കാലോചിതമായ മാറ്റത്തിലൂടെ മാധ്യമ ശ്രദ്ധ പല വഴിക്ക് പോയി. ടിവിയും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയകളിലൂടെ കടന്നു പോയപ്പോൾ പുതുതലമുറ അതിലേക്ക് കടന്നുപോയി. അതുകൊണ്ട് തന്നെ വായനശാലകളുടെ പ്രാധാന്യം കുറഞ്ഞപ്പോൾ കുഴൂര് ഗ്രാമീണ വായനശാല പ്രവർത്തനം വേറിട്ട പ്രവർത്തനങ്ങളിലൂടെ നാട്ടുകാരുടെ ശ്രദ്ധ ആകർഷിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിനെന്തായാലും പ്രത്യേകം നമ്മൾ അതിന്റെ പ്രതിനിധികൾക്കും അതിന്റെ ഭരണകർത്താക്കൾക്കും കൂടി കൈയോടി കൊടുക്കാവുന്നതാണ്. വായനശാല പ്രസിഡന്റ് ഐ ബാലഗോപാൽ അധ്യക്ഷത വഹിച്ചു. ഒ പി ജയരാജ്, സി ഡി പോൾസൺ, പി കെ രത്നാകരൻ, ടി എൻ വിജയൻ, മാള ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സിൽവി സേവ്യർ തുടങ്ങിയവർ സംസാരിച്ചു. കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെയും സംസ്ഥാന ഭാരവാഹികളെയും അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചതിൽ പ്രതിഷേധിച്ച് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാള ടൗണിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. മാള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് NS വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് വർഷങ്ങൾ ഈ ദുരിതം പേറിക്കൊണ്ടാണ്
വനമേഖലയോട് ചേർന്നുള്ള കർഷകർ ജീവിക്കുന്നത്. രാത്രി കാലങ്ങളിൽ ഉറങ്ങാൻ പോലും സാധിക്കാത്ത അവസ്ഥ ആണ് ഇന്ന് ഈ വനമേഖലയുള്ളത്. നമുക്കറിയാം, കേരളത്തിലെ വിസ്തീർണത്തിൻ്റെ 29% വനങ്ങളാണ്. ഇത് സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം കുറഞ്ഞ ഒരു മേഖല ആണ് എങ്കിൽ പോലും മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇത് എത്രയോ വിസ്തൃതമുള്ള സ്ഥലങ്ങളാണ്. നിയോജക മണ്ഡലം പ്രസിഡന്റ് സാനി ചക്കാലക്കൽ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി A. അഷഫ്, കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി KN സജീവൻ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഹക്കീം ഇക്ബാൽ, INTUC നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോപി മങ്കിടിയാൻ, VG സുമേഷ് കുമാർ, കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ നോബിൾ കണ്ണാത്ത, PT ആന്റണി, ജോർജ് മഞ്ഞളി ആച്ചാണ്ടി, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പ്രേമ, കോൺഗ്രസ് നേതാക്കളായ TK രമേശൻ, സെബു ജോസഫ്, ജിയോ വട്ടേക്കാടൻ, ശ്രീധരൻ, രാഹുൽ വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് നിരക്ക് വർധന ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ സംസ്ഥാന സർക്കാർ അംഗീകരിക്കാത്തതിനെ തുടർന്ന് സ്വകാര്യ ബസ് ഉടമകൾ സമരത്തിലേക്ക്. സമരം ആരംഭിക്കുന്ന തീയതി 2 ദിവസത്തിനുള്ളിൽ പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. ഇതുമായി ബന്ധപ്പെട്ട് ബസ് ഉടമകൾ നേരത്തെ സൂചനാ പണിമുടക്ക് നടത്തിയിരുന്നു. ബസ് ഉടമകളുടെ ആവശ്യങ്ങൾ അടിസ്ഥാനമാക്കി ഇനി സർക്കാർ തലത്തിൽ ചർച്ചയ്ക്കുള്ള സാധ്യത നിലനിൽക്കുന്നില്ല എന്നാണ് സൂചന. ജൂലൈ 22 മുതൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ വിയോഗത്തെ തുടർന്ന് അത് മാറ്റിവെച്ചിരുന്നു. കേരളത്തിൽ അരമനകൾ കയറി പ്രീണിപ്പിക്കുവാൻ സംഘപരിവാർ ശ്രമിക്കുമ്പോൾ സംസ്ഥാനത്തിന് പുറത്ത് സന്യസ്തർക്കും മിഷനറിമാർക്കും സംഘപരിവാർ കുറ്റപത്രം നൽകി വരികയാണെന്ന് രാഷ്ട്രീയ ജനതാദൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി യൂജിൻ മൊറേലി പറഞ്ഞു. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ ജയിലിൽ അടച്ചതിൽ പ്രതിഷേധിച്ച് RJD ജില്ലാ കമ്മിറ്റി തൃശൂർ സാഹിത്യ അക്കാദമിക്ക് മുന്നിൽ നടത്തിയ പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രതിഷേധ കൂട്ടായ്മയിൽ ജില്ലാ പ്രസിഡന്റ് ജെയ്സൺ മാണി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ KC വർഗീസ്, ജോർജ് K. തോമസ്, വിൻസെന്റ് പുത്തൂർ, കാവ്യ പ്രദീപ്, PI സൈമൺ, ജോർജ് K. തോമസ്, മോഹനൻ അന്തിക്കാട്, CM ഷാജി, ബിജു ആട്ടോർ എന്നിവർ സംസാരിച്ചു. ഛത്തീസ്ഗഡിൽ മലയാളികളായ കന്യാസ്ത്രീകളെ അന്യായമായി അറസ്റ്റ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ച് DYFI മാള ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാള ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി. DYFI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ധനുഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ബജറംഗ് ദളിന്റെയും RSSന്റെയും നേതൃത്വത്തിൽ അവരെ തടഞ്ഞു വെച്ച് അവിടുത്തെ പോലീസിന്റെയും സർക്കാരിന്റെയും അധികാരം ഉപയോഗപ്പെടുത്തി അവരെ ജയിലിലടച്ച വാർത്തയും തുടർന്ന് അവരുടെ ജാമ്യാപേക്ഷ ഉൾപ്പെടെ തള്ളി എന്നുള്ള ജനാധിപത്യ വിരുദ്ധമായ തികച്ചും ജനാധിപത്യ വിരുദ്ധമായ ഒരു വാർത്തയാണ് ഏതാനും ദിവസങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഒരു ഇന്ത്യ മഹാരാജ്യത്തിനകത്ത് നമുക്ക് ജീവിക്കാൻ വേണ്ടി കഴിയുക? ഒരു ആഗസ്റ്റ് 15 കൂടി ആഗതമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. DYFIയുടെ വലിയ പരിപാടികളെല്ലാം വരാൻ പോവുക. 1947 ആഗസ്റ്റ് മാസം 15-ാം തീയതി ഇതുപോലൊരു ജനാധിപത്യ രാജ്യം ഇതാ പിറവി കൊള്ളുന്നു എന്ന അഭിമാന ബോധത്തോടുകൂടി ഇന്ത്യയുടെ തെരുവിലേക്ക് ഇറങ്ങി നിന്ന ഇന്ത്യ ഇതാ ജനാധിപത്യ രാജ്യമായി കാലങ്ങളോളം നീണ്ടുനിന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൽ നിന്നും ഇതാ ഇന്ത്യ വിടുതൽ നേടി ഇന്ത്യ സ്വതന്ത്രമായി എന്ന അഭിമാനത്തോടെ പറഞ്ഞ ഒരു രാഷ്ട്രീയ സാഹചര്യം ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തിനുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കണം. ഉണ്ടോ? ഇല്ല. ബ്ലോക്ക് പ്രസിഡന്റ് IS അക്ഷയ് അധ്യക്ഷനായി. TA രാഹുൽ, സാലിഹ് ഫസലുദ്ദീൻ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പൊയ്യ കൃഷ്ണൻകോട്ടയിൽ പാമ്പുകടിയേറ്റ് 3 വയസ്സുകാരി മരിച്ച സംഭവത്തിൽ നടപടിക്ക് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട് ഡോക്ടർക്കെതിരായ DMOയുടെ റിപ്പോർട്ടിൽ അന്വേഷണത്തിനാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശം നൽകിയത്. യുവതിയെ ഭർതൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വെള്ളാങ്കല്ലൂർ കാരുമാത്ര നെടുങ്കോണം വലിയകത്ത് നൌഫലിന്റെ ഭാര്യ ഫസീലയെയാണ് ഭർതൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ ഭർത്താവ് നൌഫലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പറവൂർ മാഞ്ഞാലി പാലത്തിൽ വഴിവിളക്കുകൾ പ്രവർത്തിക്കാതായിട്ട് 1 മാസം പിന്നിടുന്നു. രാത്രിയിൽ വെളിച്ചമില്ലാത്തത് മൂലം പാലത്തിൽ വാഹനാപകടങ്ങൾ നിത്യസംഭവമാകുന്നു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.